ഞാനേ എളാപ്പാൻ്റെ അടുത്ത് പോയിട്ടേ എളാപ്പാൻ്റെ ആധാറിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നേ. ആധാറിൻ്റെ കോപ്പി മാത്രം മതി. ഞാൻ അങ്ങോട്ട് പോണില്ല. എന്താ മോളെ പ്രശ്നം? ഞങ്ങോട്ട് പോണില്ല. അപ്പേ അളിയൻ പൂമോളെ തല്ലിനാലോ അവന്റെ കൊടലി ഞാൻ മാറ്റും. ഇങ്ങനെ ബേജാറാ എന്റെ അമ്മോനെ വിളിച്ച കുഞ്ഞാക്ക് നിങ്ങൾ എവിടെ ഉള്ളേ? അത്യാവശ്യമായിട്ട് നിങ്ങളൊന്ന് കാണ്ടിനി. ഓക്കെ എന്നാലും ഓക്കെ ഞാൻ അവിടെ എത്താം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്താ കുഞ്ഞപ്പോ പൂമോളായിട്ടുള്ള പ്രശ്നം? എന്ത് പ്രശ്നം കുഞ്ഞാക്ക? ഞാൻ രാവിലെ ബേക്കറി പോണല്ലേ, ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഓളവിടെ ഇല്ല. ഓളിന്നോടാവുന്നല്ലോ പറഞ്ഞേ. ഇതൊന്നും മുണ്ടാന്നാ അവിടെ മാറിക്ക്. ഓള് പറഞ്ഞോ കൂടി കേട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തീരുമാനമാക്കാൻ കഴിയൂല. പെണ്ണുങ്ങളെ തല്ലുന്ന ഇപ്പോഴത്തെ കാലത്ത് ഒരു വളമല്ല. അതിന് ഞാൻ തച്ചിട്ടില്ല അല്ലയാ. അല്ല, സോനുവിൻ്റെ മുടിയൽച്ചില്ലെന്നപ്പോൾ നിങ്ങൾ ഞാനിട്ട പെരത്തറ കണ്ടതല്ലേ, അതിപ്പോൾ എത്ര പ്രാവശ്യം മാറ്റി നിങ്ങൾക്ക് അറിയോ? ഓല് അയലൊക്കെക്കാരെ പെരക്കും, അല്ലെങ്കിൽ ഈ മൊബൈലിൽ കണ്ട പ്ലാനൊക്കെ കാട്ടിയാണ്ട് നമ്മളോട് പെരെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കഴിയോ? അതൊക്കെയാണ് ഓലെ പ്രശ്നം, അല്ലാതെ വേറെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. എനിക്കടെ ബേക്കറിയിലെ പണി നിങ്ങൾക്ക് അറിയില്ലേ? കുഞ്ഞപ്പോ ഞാൻ ഇപ്പോൾ ഓളെ പേരയിൽ പോയിട്ടാണ് വരുന്നത്. ഞാൻ നല്ലോ ചൂടായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പോകുന്നതാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയോ? നാളെ രാവിലെ ഓളെ പോയിട്ട് കൂട്ടിയിട്ട് വരണം, മനസ്സിലായോ? എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി തീർക്കണം നമുക്ക്. ഞാനോളെ കൊണ്ടുവരാൻ പോയിട്ടേ ഓളിൻ്റെ എപ്പോഴും പോരൂല. ഇതെന്താ എന്നും തന്നെ ഒരു പണിയാ? നാളെ കൊണ്ടുവന്നിട്ട് മറ്റന്നാളെ തെറ്റി പോകാനോ? എനിക്കുണ്ട് കുറച്ചൊക്കെ മാനം. ഈ പ്രാവശ്യം കൂടി നിങ്ങളൊന്ന് ക്ഷമിക്കേ. കുട്ടികളെ വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ ഓളൊന്ന് പോയി കൂട്ടി കൊണ്ടുവരേ. നോക്കട്ടെ. ഇജത് എത്താ എന്റെ കോലം? ഒരു കോലത്തിൽ നിൽക്കാപ്പത് ഇമ്മടെ സാധാരണ എടുക്കോ? കുഞ്ഞാപ്പൂച്ചിനോ? ഇങ്ങോട്ട് മോത്തിക്കാക്ക്. കുഞ്ഞാപ്പൂച്ചിനോ? ഞാനിപ്പോ കുഞ്ഞാപ്പൂനെ കണ്ടുവരികയാണ്. കാര്യങ്ങളൊക്കെ തല്ലിയില്ലാവുള്ളൂ. നല്ല ചൂടായി കാര്യങ്ങളൊക്കെ പറഞ്ഞേ. നാളെ ഇവിടെ നിൽക്കാനുള്ള പരിപാടി ഒന്നുമല്ലോ. നാളെ പോണ്ടേ? ഞാൻ നാളെ പോയിക്കോണ്ടി. പോകുമ്പോടെ നാളെ രാവിലെ ഇവിടെ വരും. കുട്ടിയുടെ പോയിക്കോണ്ടി നാളെ രാവിലെ കേട്ടോ. ഇവിടെ ഇങ്ങനെ കൂടാൻ നിൽക്കട്ടോ. സ്റ്റെപ്പൊക്കെ ശ്രദ്ധിച്ചോ? നല്ല കാര്യം. എവിടെ എം എൽ എ എവിടെ? എന്താ അന്തം വിട്ടിക്ക് നിൽക്കണ്? ഞങ്ങൾ തെറ്റി പോകുന്നല്ല. കുട്ടിയാണ്. ഏതായാലും ഇന്നലെ പൊളിച്ചിട്ടോ. ഇന്നലെ ഞാൻ എന്റെ പങ്ങളോടിന്റെ ആ വിഷയത്തിന് വിളിച്ചുണ്ടായപ്പോഴേ ഞാൻ അത്ര ഒന്നും പ്രതീക്ഷിച്ചില്ലല്ലേ. കാരണം പിന്നെ അത്ര വലിയൊരു പ്രശ്നം എന്താ സിമ്പിളായിട്ട് ഈ പരിപാടി തീർത്തേ. അത് സംഭവം എന്താ പറയുക? എത്ര വലിയ പ്രശ്നം നമുക്ക് ചെറിയതാക്കി തീർക്കാം, എത്ര ചെറിയ പ്രശ്നം നമുക്ക് വലിയതാക്കി തീർക്കാം. അതൊക്കെ നമ്മൾ സംസാരിച്ച് റെഡിയാക്കുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ.